റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അതിദരിദ്രരുടെ ഭക്ഷ്യക്കൂപ്പൺ കോൺഗ്രസ് കൗൺസിലർ തട്ടിയെടുത്തതായി പരാതി. അഡ്ഡാ. ചേർത്തല നഗരസഭ 25-ാം വാർഡിലെ കൗൺസിലർ സാജുവിനെതിരെയാണ് പരാതി. ഓരോ മാസവും സിവിൽ സപ്ലൈസ് ഡിപ്പോയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനുള്ള 500 രൂപയുടെ കൂപ്പൺ തട്ടി എന്നാണ് പരാതി. നഗരസഭ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തിരിമറി കണ്ടെത്തിയത്. അതിദാരിദ്ര്യരെ കണ്ടെത്താൻ വേണ്ടി സർക്കാർ ഒരു പരിപാടിയായിട്ട് ഇറങ്ങും. ചില ആളുകൾ കൂപ്പൺ അടിച്ചു മാറ്റും. നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഗുണഭോക്താവ്. ശരത് ഇപ്പോൾ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടെത്തിയത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് കൗൺസിലർ അതിദരിദ്രർക്ക് നൽകാൻ വേണ്ടിയിട്ട് നഗരസഭ കൊണ്ടുവന്ന കൂപ്പൺ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇത്രയും ദാരിദ്ര്യം ആ കൗൺസിലർക്കുണ്ടോ? എന്താ ശരത്തെ, ആരാണ് ഈ കക്ഷി? എന്താണ് പരാതിയുടെ അടിസ്ഥാനം? ഇത് വാസ്തവമാണോ ഇത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ എഡ്കുമാർ. അതായത് പാവപ്പെട്ടവന്റെ പാത്രത്തിൽ കൈയിട്ട് വാരുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് തന്നെയാണ് ഈ പരാതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരാതി യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഞാൻ കൗൺസിലറോട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറയുന്നത് ഇങ്ങനെ ഒരു ഭക്ഷ്യക്കൂപ്പൺ ഇവിടെ ഇദ്ദേഹത്തിന് നൽകിയിട്ടില്ല എന്നുള്ളത്. അതായത് ചേർത്തല നഗരസഭയിലെ 25-ാം വാർഡിലുള്ള വല്ലയിൽ ഭാഗത്തുള്ള CV ആനന്ദകുമാറിന്റെ ഭക്ഷ്യക്കൂപ്പണാണ് തരത്തിൽ ഈ നഗരസഭാ കൗൺസിലർ 25-ാം വാർഡിലെ കൗൺസിലറായ MM സാജു തട്ടിയെടുത്തത്. അതായത് കഴിഞ്ഞ 2024 ഡിസംബർ മുതൽ ഈ ഒക്ടോബർ വരെയുള്ള ഭക്ഷ്യക്കൂപ്പണുകൾ നഗരസഭ സാജുവിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും കൃത്യമായി ഇവിടെ എത്തിക്കാതെ സാജു ആ പണം തട്ടി എന്നുള്ളത്. അതായത് ഭക്ഷ്യക്കൂപ്പണോ ഭക്ഷ്യക്കിറ്റോ ആണ് സാധാരണ അതിഥികൾക്കുള്ള ഒരു കിറ്റായിട്ട് ഒരു നഗരസഭ നൽകിയിരുന്നത്. അങ്ങനെ ഭക്ഷ്യക്കൂപ്പണായിരുന്നു CV ആനന്ദകുമാറിന് നഗരസഭ നൽകിയിരുന്നത്. കാരണം ഈ തൊട്ടടുത്ത് സിവിൽ സപ്ലൈകോയുടെ ഡിപ്പോയിലൊക്കെ പോയിട്ട് ഭക്ഷ്യ വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 500 രൂപയുടെ കൂപ്പണാണിത്. ഇത് 2024 ഡിസംബർ മുതൽ നൽകി വരുന്നതാണ്. പക്ഷേ ഒരു തവണ പോലും സാജു ഇത്തരത്തിൽ ഈ ആനന്ദകുമാറിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട് തന്നെ കണ്ടാൽ മനസ്സിലാകും. ഒരു വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ പാവപ്പെട്ട ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആ പാവപ്പെട്ട ആളുടെ പാത്രത്തിൽ കൈയിട്ട് വാരുന്ന ഒരു രീതി തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഈ കൗൺസിലർ ഭാഗത്തുനിന്നുണ്ടായത്. കോൺഗ്രസിന്റെ കൗൺസിലറാണ്. സംഭവത്തിൽ ഇപ്പോൾ നഗരസഭ നടപടിക്ക് ഒരുങ്ങുകയാണ്. നഗരസഭാ സെക്രട്ടറി ഇപ്പോൾ പോലീസിൽ പരാതി നൽകാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്താണ് കാര്യം എന്ന് ശരത്ത് ഒന്ന് ചോദിച്ചേ. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തിന് കൂപ്പൺ കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? ആനന്ദേട്ട, എന്താ ശരിക്കും സംഭവിച്ചത്? എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഞാനൊരു 3-4 വർഷമായിട്ട് ഈ രീതിയിൽ എൻ്റെ ജീവിതം. അപ്പോൾ ഇവിടെ അതിദരിദ്ര ലിസ്റ്റിൽ എന്നെ തിരഞ്ഞെടുത്തു വാർഡ് സഭ കൂടിയപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ക്ഷേമ സമിതിയുടെ എന്തിൻ്റെ ചോദിച്ചത് ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാൻ വന്നത് ഈ സെക്ഷൻ ഏതിൻ്റെ ഇതിലാണ് അതിനെപ്പറ്റി അന്വേഷിക്കാൻ ആലപ്പുഴയിൽ നിന്ന് 2 കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് 2 സ്ത്രീകൾ വരും. കുട്ടികൾ ആരെങ്കിലുമായിട്ട് വരും. അവരൊന്നും ഇവിടെ വന്ന് ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് പോകാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലോട്ടറി ബിസിനസ് ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനം അവർ അതിൻ്റെ ഇത് എഴുതി കൊണ്ടുപോയി അതെനിക്ക് അവിടുന്ന് അനുവദിച്ചു. അത് തന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി ലോട്ടറി ബിസിനസ് തന്നെ. കാരണം അത് നടത്താൻ പറ്റാതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ പെൻഷൻ്റെ ഇതിന് വേണ്ടി ഞാൻ വാർദ്ധക്യ പെൻഷൻ്റെ സമയം കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് ആയതാണ് എൻ്റെ വയസ്സ്. അന്ന് മുതൽ ഞാൻ കൗൺസിലറോട് പറയുന്നുണ്ട്. പുള്ളി അതിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല. അവസാനം ഞാൻ ഇതിന് എന്താ ചെയ്യേണ്ടതെന്നറിഞ്ഞ് ആ പേപ്പറുകളെല്ലാം ആയിട്ട് അക്ഷയ ചെന്നപ്പം അക്ഷയെന്ന് അതിൻ്റെ പേപ്പറെല്ലാം തയ്യാറാക്കി തന്നു. മുനിസിപ്പാലിറ്റി ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ കിറ്റ് കിട്ടണ്ടോ, വേറെ എന്താ ആനുകൂല്യം കിട്ടണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടണില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതാണ് അതിനകത്തുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാ മാസവും 500 രൂപ വീതമുള്ള കിറ്റ് അവിടെ നിന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. എപ്പോഴാണ് അറിയുന്നത് കിറ്റുണ്ട് എന്നുള്ളത്? അറിയുന്ന 3-4 ദിവസം മുമ്പ് ഞാൻ ഈ പെൻഷൻ്റെ ഇതിന് കൊടുക്കാൻ പേപ്പറും കൊണ്ട് ചെല്ലുമ്പോഴാണ്. 2024 മുതൽ താങ്കൾക്ക് കിറ്റുള്ള എനിക്കറിയില്ല. ഇപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാൻ വന്നവരെന്നോട് ചോദിക്കുന്നുണ്ട്. കൗൺസിലർ ഇവിടെ വരാറുണ്ടോ? ഇവിടെ വരാറില്ല. എന്തെങ്കിലും ഈ വഴിയിലൊക്കെ പോകും എന്നുള്ളതല്ലാണ്ട് എൻ്റെ ഒരു കാര്യത്തിനും ഇവിടെ വന്നിട്ട് എൻ്റെ കാര്യത്തിന് ഇത് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ പുള്ളിയുടെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറയും ഓരോ കാര്യങ്ങൾ. 2019 എൻ്റെ അമ്മ മരിച്ചതാണ്. കഴിഞ്ഞ 21 കോവിഡ് കഴിഞ്ഞാണ് ഞാൻ ആസ്പത്രി ജീവിതമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നെ. അത് വന്നു കഴിഞ്ഞപ്പം മുതൽ എനിക്ക് റേഷൻ കാർഡൊന്ന് എൻ്റെ രീതിയിലുള്ളതൊന്ന് ആക്കിയെടുക്കാൻ. അപ്പോൾ അമ്മ മരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതൊന്ന് മേടിച്ച് തന്നാൽ ഞാനത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വരെ പറഞ്ഞ് കുറേ നടന്നു.
അത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പെൻഷൻ്റെ ഇതിന് വേണ്ടി എനിക്ക് 60 വയസ്സ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അത് കഴിഞ്ഞപ്പോൾ മുതൽ ഇതിന് വേണ്ടിയാണ് പറയണത്. അവസാനം പുള്ളിയെ കൊണ്ട് നമ്മുടെ ഒരു കാര്യത്തിനും ഇതുവരെ കിട്ടാഞ്ഞിട്ട് ഞാൻ അവസാനം ഇതിന് വേണ്ട പേപ്പറുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് അതെല്ലാം ആയിട്ട് അക്ഷയ ചെന്നപ്പോൾ അവിടെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ എനിക്ക് വീടും സ്ഥലമൊന്നും ഇല്ലാത്തടത്ത് വരുമാന സർട്ടിഫിക്കറ്റ് കരാറച്ച രസീത് വേണം വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കാൻ. അത് നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വീടോ സ്ഥലമൊന്നുമില്ല. അപ്പം മുനിസിപ്പാലിറ്റി ഇങ്ങനെ തന്നേക്കണ ഒരു ഇതാണ് 3-4 സെന്റ് സ്ഥലം എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് രജിസ്റ്റർ ചെയ്തത് വരെ എനിക്കറിയാം. അത് കഴിഞ്ഞുള്ള സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു എന്നാൽ ഇല്ലാത്ത രീതിയിൽ കൊടുക്കാം, എന്നിട്ട് അത് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അക്ഷയ കൊടുത്ത് വില്ലേജിലേക്ക് അവർ വിട്ട് ഞാൻ 3-4 ദിവസം കഴിഞ്ഞേ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോഴും ഇതായിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛനൊരു കാര്യം ചെയ്യും, എന്നാൽ വില്ലേജിൽ ചെന്ന് ആ സാറിനെ കണ്ടിട്ട് ഒന്ന് അയക്കാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം ലീവാണ്, വില്ലേജ് ഓഫീസർ ഇല്ല. അപ്പം ഞാൻ ആ അമ്പലത്തിൻ്റെ വടക്കുവശ ഒരു അക്ഷയയിലാണ് ഈ സംഭവം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആ ടൗൺ ഹാളിൽ ഏതാണ്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ഇവരെല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനോട് എന്ന് പറഞ്ഞു ഇങ്ങനെയാണ്, എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റോട് കിട്ടിയാൽ ആ പെൻഷൻ്റെ അതിന് കൊടുക്കാം. അതിന് ഞാൻ അക്ഷയ കൊടുത്തു. അക്ഷയയിൽ നിന്ന് വില്ലേജിലേക്ക് അയച്ചു. വില്ലേജിൽ നിന്ന് തിരിച്ചു വരാഞ്ഞിട്ട് ഞാനിപ്പോൾ വില്ലേജിൽ പോയി, വില്ലേജ് ഓഫീസർ ഇല്ല. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഞാനത് നോക്കട്ടെ, ഞാനത് സംസാരിച്ച് റെഡിയാക്കാം എന്നും പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പം വില്ലേജിൽ നിന്ന് അക്ഷയയിൽ പേപ്പർ വന്നു. അപ്പോൾ ഇത് മേടിക്കാൻ ഞാൻ പോകാൻ വേണ്ടി ആയപ്പോഴത്തേക്ക് എന്നോട് സാജു വിളിച്ചു, ചേട്ടാ ഞാൻ അക്ഷയയിലുണ്ട്, അതുകൊണ്ട് ഞാനത് മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പേപ്പർ മേടിച്ചോണ്ടെന്ന് എൻ്റെ തന്നു. പിന്നെ ഇതെല്ലാം കൂടി കൊണ്ടുപോയി കൊടുക്കണം പിടിക്കണം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞ് ഞാനത് നാളെ വരാം മറ്റന്നാൾ വരാം സൗകര്യം പോലെ എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഒന്നും നോക്കാണ്ട് നേരെ അക്ഷയ പോയി. അവിടെ നിന്ന് എല്ലാം തീർത്ത് പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് കിട്ടി. ഞാൻ കൊണ്ട് മുനിസിപ്പാലിറ്റിയിലും കൊടുത്തു. ഈ കൊടുക്കാൻ ചെല്ലണ സമയത്താണ് അവിടെ ഇതിൻ്റെ ഇതിൽ എന്തൊക്കെ നിങ്ങൾ ആനുകൂല്യം കിട്ടുന്നുണ്ട്. പേപ്പർ ഇങ്ങനെ എനിക്ക് 2024 ഒരു ലോട്ടറി തട്ട് തന്നു. അതിനുശേഷം ഇവിടെ ശരി ഇല്ല, അന്നേരം ഒന്നും ഞാൻ അറിയണില്ല. ഇപ്പൊ ഈ പെൻഷനേ അതായത് സംഭവം ഇങ്ങനെയാണ്. ഈ തട്ടിയെടുത്തു എന്ന് പറയാൻ കഴിയുമോ? കൗൺസിലർ ഇടപെട്ട് കൊടുത്തില്ലെന്ന് പറയാൻ കഴിയുമോ? ഇപ്പൊ പരാതി പറയുന്നത് തട്ടിയെടുത്തു എന്നാണ്. ഈ കൗൺസിലർ വാങ്ങിയിട്ടുണ്ടോ? അല്ല, അതായത് നമ്മളിത് ഇക്കാര്യം നമ്മൾ നഗരസഭാ സെക്രട്ടറിയോട് അന്വേഷിച്ചു. അതായത് അവിടെ നിന്ന് കൃത്യമായി ഇത് കൗൺസിലർ കൈപ്പറ്റുന്നുണ്ട്. കൗൺസിലറെയാണ് നഗരസഭ ഈ കൂപ്പൺ ഏൽപ്പിക്കുന്നത്. 2 രീതിയിലാണ് അതിനെതിരെ സംരക്ഷിക്കാൻ വേണ്ടി. ഒന്ന് ഭക്ഷ്യക്കിറ്റും ഒന്ന് ഭക്ഷ്യ കൂപ്പണാണ്. ഭക്ഷ്യക്കിറ്റ് നേരിട്ടെത്തിക്കും, അല്ലെങ്കിൽ ഭക്ഷ്യ കൂപ്പൺ നൽകി ഇവർ ഇത്തരത്തിൽ സിവിൽ സപ്ലൈകോയുടെ ഡിപ്പോയിൽ പോയി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. അങ്ങനെ ആനന്ദകുമാറിന് ഭക്ഷ്യ കൂപ്പണായിരുന്നു, 500 രൂപയുടെ കൂപ്പണാണ്. ഇതാണ് ആനന്ദകുമാറിന് നൽകിയിരുന്നത്. ഇത് നഗരസഭയിൽ നിന്ന് കൗൺസിലർ കൈപ്പറ്റുകയും കൗൺസിലർ ഇവിടെ എത്തിക്കാതെ അത് കൗൺസിലർ തന്നെ കൈക്കലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കുമെന്നുള്ളതും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പം പോലീസിൽ പരാതി നൽകാൻ ഇപ്പോൾ നഗരസഭ ഒരുങ്ങുകയുമാണ്. തീർച്ചയായിട്ടും ഈ സാജുവിന്റെ പ്രതികരണം കൂടി എടുക്കണം. സാജുവിനോട് നമ്മൾ സംസാരിച്ചിരുന്നു ഇതിനെക്കുറിച്ച്. എന്താ സാജു പറയുന്നത്? പ്രതികരണം എന്തെങ്കിലും തന്നോ? സാജുവിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷെ എന്താണ് വിശദീകരണം എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് CV ആനന്ദകുമാറിന് താൻ ഇത്തരത്തിൽ കൂപ്പൺ നൽകിയിട്ടില്ല, പകരം ഈ വാർഡിലുള്ള മറ്റൊരു ദരിദ്ര കുടുംബത്തിന് വേണ്ടി ഈ പണം കൊടുക്കുകയാണ് താൻ ചെയ്തത് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എത്രയായാലും അനുവദിക്കപ്പെട്ട ആൾക്കാണ് ഈ കൂപ്പൺ നൽകേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് കൂപ്പൺ ആർക്ക് കൊടുത്തു? ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്തായാലും സാജു വിശദീകരിക്കേണ്ടതാണ്. അന്വേഷണം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്.